ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാനുള്ള കരട് റിപ്പോർട്ട് ഉത്തരാഖണ്ഡ് മന്ത്രിസഭയുടെ അംഗീകാരം. മുഖ്യമന്ത്രി അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭായോഗം കരട് റിപ്പോർട്ടിനും ബില്ലിനും അംഗീകാരം നൽകി. ഇന്ന് ഉത്തരാഖണ്ഡ് മന്ത്രിസഭാ ബിൽ പാസാക്കുന്നതോടെ ഗോവയ്ക്ക് പിന്നാലെ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്ന സംസ്ഥാനമാകും ഉത്തരാഖണ്ഡ്. മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭായോഗത്തിന്റെ അംഗീകാരത്തിന് പിന്നാലെ ഇന്ന് മന്ത്രിസഭ ബില്ലിന് അംഗീകാരം നൽകും. ഏക സിവിൽ കോഡിനെക്കുറിച്ച് പഠിക്കാൻ സുപ്രീംകോടതി മുൻ ജഡ്ജി രഞ്ജന പ്രകാശ് ദേശായി അധ്യക്ഷനായ 5-അംഗ സമിതി കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. പെൺകുട്ടികളുടെ സ്വത്തവകാശം, ലിംഗസമത്വം എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്നതാണ് പ്രകാശ് ദേശായി റിപ്പോർട്ട്. എന്നാൽ വിവാഹപ്രായം 21 വയസ്സായി മാറ്റാൻ ബില്ലിൽ നിർദ്ദേശമില്ല. പകരം വിവാഹപ്രായം 18 നിലനിർത്താനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ കോഡ് പാസാക്കിയാൽ BJP ഭരണമുള്ള മറ്റ് സംസ്ഥാനങ്ങളിലും സിവിൽ കോഡ് പാസാക്കുമെന്നാണ് സൂചന. ഗുജറാത്ത്, അസം എന്നീ സംസ്ഥാനങ്ങളും ഇത് പാസാക്കുമെന്നാണ് റിപ്പോർട്ട്. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.